പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ അവിടെ ഉണ്ടാകുകയാണ്. ബലൂചിസ്ഥാനിൽ പ്രവേശിച്ചാൽ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ പ്രവേശിച്ചാൽ TTP അഥവാ തെഹ്രീകെ താലിബാൻ എന്നിവർ അതിഭീകരമായിട്ടാണ് പാകിസ്ഥാൻ സൈന്യത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ അതിർത്തിയിൽ വന്നാൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചൂടറിയും. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുകയാണ്. അതിൽ 12 സൈനികരാണ് പൊട്ടിച്ചത്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉത്തരവാദിത്തം തെഹ്രീകെ താലിബാൻ ഏറ്റെടുത്തു. ശനിയാഴ്ച പുലർച്ചെയാണ് പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ TTP നടത്തിയ മാരകമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത്. 12 സൈനികർ കൊല്ലപ്പെടുകയും 4 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രാദേശിക ഭരണകൂടവും സുരക്ഷാ ഉദ്യോഗസ്ഥരും ആക്രമണം സ്ഥിരീകരിച്ചു. ലഭിച്ച വിവരമനുസരിച്ച് പുലർച്ചെ 4 മണിയോടെ സൗത്ത് വസീറിസ്ഥാൻ ജില്ലയിൽ ഒരു സൈനിക വാഹന വ്യൂഹം ആ പ്രവേശത്തു കൂടി കടന്നു പോകുമ്പോഴാണ് ഈ ആക്രമണം നടന്നത്. ഇരുവശത്തു നിന്നും കനത്ത വെടിവയ്പ് ആദ്യം ഉണ്ടായി. അതിൽ 12 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് ഒരു പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആക്രമണകാരികൾ സൈനിക ആയുധങ്ങളും ഉപകരണങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്നും ഓടിപ്പോവുകയായിരുന്നു. പ്രദേശത്തൊരു സുരക്ഷാ ഉദ്യോഗസ്ഥനും മരണസംഖ്യ സ്ഥിരീകരിച്ചു. ആക്രമണം നന്നായി ആസൂത്രണം ചെയ്തതും തീവ്രമായിരുന്നു ഈ ആക്രമണം എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ ഏറ്റെടുത്തു. പോരാത്തതിന് പാകിസ്ഥാൻ്റെ ഈ താലിബാനെ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ഭയപ്പെടുകയാണ് ഈ പാകിസ്ഥാൻ പട്ടാളം. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ സമീപ മാസങ്ങളിൽ നടന്ന ഏറ്റവും മാരകമായിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നാണ് ഇത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു കാലത്ത് ഈ മേഖലയിൽ TTPക്ക് ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ 2014 പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷനിൽ വലിയ രീതിയിൽ ഈ തെഹ്രീകെ താലിബാന് പിൻവാങ്ങേണ്ടി വന്നു. എന്നിരുന്നാലും 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരമേറ്റപ്പോൾ ഇവർ വീണ്ടും അവിടെ ശക്തിപ്പെടുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സംഘർഷങ്ങളും പാകിസ്ഥാനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. TTPയും അഫ്ഗാൻ താലിബാനും വ്യത്യസ്ത സംഘടനകളാണെങ്കിലും അവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തെഹ്രീകെ താലിബാൻ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.